Hello everyone, welcome back to my YouTube channel. I'm Neetu and I'm living in Japan. ഞാനിപ്പോ ഹിറോഷിമയിലാണുള്ളത്. അപ്പൊ ഗോൾഡൻ വീക്ക് ആയിട്ട് ഒരു 1 ഡേ ട്രിപ്പ് ആയിട്ട് ഞാനും മേഘയും ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സും കൂടി ഹിറോഷിമയിലേക്ക് വന്നേക്കാണ്. അപ്പൊ ഹിറോഷിമയില് മ്യൂസിയം, പീസ് മെമ്മോറിയൽ, ആറ്റോമിക് ബോംബ് ഡോം അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന യൊണാഗോയിൽ നിന്ന് ഹിറോഷിമയിലേക്ക് 3 hours ഡ്രൈവാണുള്ളത്. നമ്മളിപ്പോൾ ഹിറോഷിമ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഈ ട്രാം ലൈൻ നമുക്ക് കാണാൻ പറ്റും. റോമൻ ദെൻഷ എന്നാണ് ജാപ്പനീസിൽ ഇതിന് പറയണത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒക്കെ ഇതിലാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ സമ്മർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ അവർക്ക് കയാക്കിംഗ് ലെസൺസ് കൊടുത്തോണ്ടിരിക്കുകയാണ് അവിടെ. ഈ റിവർ ഫുള്ള് ഇവരിങ്ങനെ കയാക്ക് ചെയ്ത് വരും. ഹിരോഷിമയിലെ പീസ് മെമ്മോറിയൽ മ്യൂസിയത്തിലാണ് ഉള്ളത്. ഞാനും ഇതും ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട്. ശ്രീലക്ഷ്മിയുടെ ഫസ്റ്റ് ടൈം ആണ്. ഭയങ്കര സാഡ് എക്സ്പീരിയൻസ് ആണ് അകത്ത് പോയി കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു രണ്ടാമത്തെ പ്രാവശ്യം കയറണ്ട, ബിക്കോസ് അത് ഭയങ്കര ഇമോഷണൽ എക്സ്പീരിയൻസ് ആയതുകൊണ്ട്. പക്ഷെ എന്തായാലും എല്ലാരും കാണിക്കാൻ വേണ്ടിട്ട് ഒന്ന് കയറാന്ന് വിചാരിച്ചു. ഇപ്പൊ ഇവിടെ നല്ല തിരക്കാണ്. ഗോൾഡൻ വീക്ക് ആയതുകൊണ്ട് കുറെ ആൾക്കാർ, ഫോറിനേഴ്സ് ആണെങ്കിലും ട്രാവൽ ചെയ്യാനുള്ളവരെല്ലാരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വലിയ ക്യൂ ആണ്. പക്ഷെ നമ്മൾ ഓൺലൈനിൽ കൂടെ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കയറി പോവാൻ പറ്റും. ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് 200 yen ആണ്. ഇത് കുറച്ചും കൂടി ചീപ്പാണ് പൊതുവെ ദാൻ ഓൾ ദി അതർ മ്യൂസിയംസ്. ഇവിടെയാണ് നമ്മുടെ ഹിറോഷിമ മ്യൂസിയം ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിറോഷിമ ബിഫോർ ദ ബോംബിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അവർ ഫുൾ എന്താ പറയാ എങ്ങനെയായിരുന്നു ഹിറോഷിമ കാണാൻ എന്നുള്ള ഒരു ഫുൾ പിക്ചർ ലൈഫ് സൈസ് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും ദ ഹോൾ സിറ്റി എങ്ങനെയാന്ന് അവര് റീക്രിയേറ്റ് ചെയ്ത് നമുക്കിവിടെ കാണുമ്പോൾ ഒരു ആക്ച്വൽ വ്യൂ കാണുന്ന രീതിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റില് അവര് ചിത്രീകരിച്ചിരിക്കുകയാണ്. ഇവിടെ ആ സമയത്ത് അവരുടെ കിഡ്സിന്റെ ക്ലാസ് റൂം ഒക്കെ ഇങ്ങനെ ഹൗ ഹാപ്പി ദ കിഡ്സ് വെയർ എന്നൊക്കെ കാണിച്ചിരിക്കുകയാണ്. ബിഫോർ ദ ബോം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവിടെ കറക്റ്റ് ഇങ്ങനെ ആ ഒരു ടൈം എഴുതിയിട്ടുണ്ട്. 1945 8 6th day August 6, 1945 ഇന്ന ടൈമില് 8:15 എന്ന് പറഞ്ഞ ടൈമില് എന്താണ് ഉണ്ടായത് നമുക്ക് ഉള്ളിൽ പോയി കാണാം. ആ പെർട്ടിക്കുലർ ടൈമില് ദ ഹോൾ ഓഫ് ഹിറോഷിമ ഇങ്ങനെ ആയിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ അവർ ഈ ഹോൾ ഇൻസിഡൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യണ ഒരു വീഡിയോ ആണ് ഗ്രാഫിക്സ് ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നത്. ആ റെഡ് കളർ പോയിന്റ് ആണ് ബോംബ് വീണ ഹൈപ്പോ സെന്റർ. ബോംബ് വീഴുന്നതാണ് ആ കാണിക്കുന്നത്. After bomb, the whole of Hiroshima city ഇങ്ങനെയായി. Approximately 140,000 people had died by the end of 1945. ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലാണെങ്കിലും അവരൊരു ഡാർക്ക് തീമിലാണ് സെറ്റ് ചെയ്തേക്കണേ. ആ ഒരു ഫീൽ കൊടുക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഈ ബോംബിങ്ങിൽ മരിച്ചുപോയ കുട്ടികളുടെ ഫോട്ടോയും പേരും വയസ്സൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചേക്കണേ. 12, 13, 10 വയസ്സുള്ള പിള്ളേരാണ്. ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നതാണ് ഏറ്റവും വിഷമിപ്പിക്കേണ്ട കാര്യം. അവർ അന്ന് ആറ്റോമിക് ബോംബിൻ്റെ ദിവസത്തിൽ ഇട്ടിരുന്ന ഡ്രസ്സുകളാണ്. കീറി പറഞ്ഞ ഡ്രസ്സുകളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്.
ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ ഗുരുതരാവസ്ഥയെപ്പറ്റി അത് അതിജീവിച്ചവർ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ബോംബിങ് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഈ സ്ട്രക്ചേഴ്സിൻ്റെ ഫോട്ടോസും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവരിതേ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ്. ഇവർക്ക് അതിൽ നിന്നുള്ള ഓരോ റിമൈൻസും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ടോപ്പ് ഓഫ് ചിമിനി ദാറ്റ് ഡിഡ്ന്റ് കൊളാപ്സ്. അപ്പോൾ അന്ന് ബോംബിൽ നശിച്ചു പോവാത്ത സാധനങ്ങളാണ് അവരിവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കണേ. അടുത്തത് കാണിക്കാൻ പോകുന്നത് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരിക്കാം. സോ പ്ലീസ് ടേക്ക് കെയർ വൈൽ വാച്ചിങ് ദിസ്. ആ സമയത്ത് അവർ ക്യാപ്ചർ ചെയ്ത പിക്ചേഴ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കാണ്. എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ത്രോങ് ഓഫ് മൊബിലൈസ് സ്റ്റുഡൻസ് സ്ട്രീമിങ് ടുവേർഡ്സ് റിവർ. അതായത് വെള്ളത്തിന്റെ അടുത്തേക്ക് അവര് ഇങ്ങനെ ഓടി പോവുകയാണ് ഭയങ്കര ചൂട് കാരണം. ഇതൊക്കെ കുറച്ച് ഡിസ്റ്റർബിങ് ആയിരിക്കും. This picture depicts that corpses turned red, blue and purple. അതായത് മരിച്ചു വീണ ശരീരങ്ങൾ ചുവന്നതും നീലയും പർപ്പിളൊക്കെ ആയി മാറിയെന്നാണ്. ഈ പിക്ചറിൽ അവര് വെള്ളത്തിന്റെ അടുത്തേക്ക് പോവാണ് മാക്സിമം പൊള്ളലേറ്റിട്ട്. ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. ബ്ലാക്ക് ആൻഡ് സ്റ്റിക്കി റെയിൻ ഫെൽ ഓവർ പീപ്പിൾ fleeing fires. The injured and thirsty people drank the rain pouring onto them. The rain was radioactive. അപ്പോൾ ഈ ബ്ലാക്ക് കളർ മഴ വീണപ്പോൾ എല്ലാവരും ദാഹം കാരണം അത് കുടിക്കുകയാണ്. പക്ഷെ അത് റേഡിയോ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഇറ്റ് ലെഡ് ടു മോർ പ്രോബ്ലംസ്. ഈ ബ്ലാക്ക് റെയിൻ പെയ്തപ്പോൾ ഉണ്ടായ കറകളാണ് ഈ ബാഗുമേയും ഷർട്ടുമൊക്കെ നമുക്ക് കാണാൻ പറ്റണത്. ഈ ഫയറിലും റെയിനിലൊക്കെ മെൽട്ടായ ബുദ്ധയുടെ സ്റ്റാച്ചു ആണ് ഇവിടെ കൊടുത്തിരിക്കണേ. അപ്പോൾ ഈ മെറ്റൽ വരെ ഇങ്ങനെ മെൽട്ടാവുകയാണെങ്കിൽ മനുഷ്യൻ്റെ ശരീരം എത്രത്തോളം ബേൺഡ് ആയിരിക്കുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു സെക്ഷനിൽ റിലീഫ് സ്റ്റേഷനിലെ കണ്ടീഷനുകളാണ് അവർ കാണിക്കുന്നത്. സ്കൂളുകളുടെയും ബ്രിഡ്ജുകളുടെയും അടിയിലൊക്കെയാണ് അവർ റിലീഫ് സ്റ്റേഷൻ ബിൽഡ് ചെയ്തത്. കുറേ ആൾക്കാർ വെള്ളത്തിന് ക്ഷാമമായ കാരണം ഇങ്ങോട്ട് വരുന്നുണ്ട്. പല ഭാഗത്തു നിന്നും ഡോക്ടേഴ്സ് വന്ന് കുട്ടികളെയും പേഷ്യൻസിനൊക്കെ സഹായിക്കണ വീഡിയോസും ഫോട്ടോസൊക്കെ അവരിവിടെ കൊടുത്തേക്കാണ്. അടുത്ത സെക്ഷൻ ഡാമേജ് ഫ്രം റേഡിയേഷൻ ആണ്. ആറ്റോമിക് ബോംബ് അതിജീവിച്ചവർക്കും റേഡിയോ ആക്ഷൻ കാരണം പിന്നെ അവരുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ സെക്ഷൻ. ഒരു കുട്ടി ഉപയോഗിച്ചിരുന്ന ട്രൈസൈക്കിളാണ് ഇവിടെ അവർ ദേ വെച്ചേക്കുന്നത്. ബോംബ് ഇട്ടുകൊടുത്തുനിന്നും 1.5 കിലോമീറ്റർ ദൂരെയായിട്ടും ഇങ്ങനെ അത് നശിച്ചുപോയി. ഈ ഫോട്ടോസിനൊപ്പം അവരുടെ ഫാമിലീസ് അവരെ പറ്റി പറഞ്ഞേക്കുന്നതാണ് എഴുതി വെച്ചേക്കണേ. ഈ കുട്ടിയുടെ പോക്കറ്റ് വാച്ചും അവസാനമായിട്ടുണ്ടായിരുന്ന ബെൽറ്റിൻ്റെ ബക്കിളും അതൊക്കെ അവരിവിടെ സൂക്ഷിച്ച് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ്. നെക്സ്റ്റ് സെഷൻ ഇസ് ടു ലിവ്. ആറ്റോമിക് ബോംബിന് ശേഷം പിന്നീട് മുന്നോട്ട് അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു. ഇവിടെ ഫാമിലീസിൻ്റെയും കുട്ടികളുടെയും സിബ്ലിങ്സിൻ്റെ ഒക്കെ ഫോട്ടോസും അവരുപയോഗിച്ചിരുന്ന ക്ലോക്കും ഫൗണ്ടൻ പെന്നൊക്കെ സൂക്ഷിച്ച് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കാണ്. ഭയങ്കര വിഷമമാണ് ഇവിടുത്തെ കാര്യങ്ങൾ കാണുമ്പോൾ. ചെറിയൊരു കാര്യം വന്നാൽ പോലും ഭയങ്കരമായിട്ട് പിടിച്ചെത്താൻ പറ്റാത്ത നമ്മളിതൊക്കെ അനുസരിച്ച് മനസ്സിലാക്കുക അവരനുഭവിച്ച ആ വിഷമമൊക്കെ എത്രത്തോളം ഉണ്ടോ. ഇതാണ് വൺ ഓഫ് ദ ലാസ്റ്റ് പിക്ചേഴ്സ് ഇൻസൈഡ് ദ മ്യൂസിയം. ഒരു ബിറ്റർ സ്വീറ്റ് മെമ്മറി പോലെ ഹോസ്പിറ്റലിൽ മീറ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റും ഒരു നേഴ്സിനും ഒരു കുട്ടി ഉണ്ടായി. പേഷ്യൻ്റ് പിന്നെ മരിച്ചെങ്കിലും ആ കുട്ടി ആ നേഴ്സിൻ്റെയും പിക്ചറാണ് ഇവിടെ അവസാനത്തെ പിക്ചറായിട്ട് കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് ദി എൻഡ് ഓഫ് ദി മ്യൂസിയം. മ്യൂസിയം കഴിഞ്ഞ് ഞങ്ങളിപ്പോ ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. ശരിക്കും എത്ര പ്രാവശ്യം കണ്ടാലും അത് ഭയങ്കര ഒരു നമുക്ക് എപ്പോഴും ഒരു വിഷമം തരുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ നമ്മള് ഇവിടെ ഇപ്പൊ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ ഒരു എർത്ത് വരുമ്പോ തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ്. ഇത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇത് ഫുൾ തകർന്നു പോയി. ആൻഡ് ഇപ്പൊ നമ്മൾ ഹിരോഷിമ വന്ന് നോക്കിയാൽ ഇതൊന്നും നടക്കാത്തൊരു സിറ്റി പോലെയാണ് ഇവിടെ ഉള്ളത്. അപ്പം
ശരിക്കും ഞാൻ സെക്കൻഡ് ടൈം കയറുമ്പോൾ ഞാൻ വിചാരിച്ചു നോ ഇമോഷൻസ്, ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് കയറിയതാണ്. പക്ഷെ എത്രയൊക്കെ നമ്മള് അതിൽ കൂടെ പോയി കഴിഞ്ഞാലും ശരിക്കും ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് ഹിരോഷിമ മ്യൂസിയം. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾ ജപ്പാനിൽ വരാണെങ്കിൽ ഡെഫിനറ്റ്ലി കം ഹിയർ. ആൻഡ് നാട്ടിൽ നിങ്ങൾ ഓപ്പൺഹൈമർ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ യു വിൽ നോ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ നാട്ടിൽ പോയപ്പോ ഓപ്പൺഹൈമർ കണ്ടത്. എനിക്ക് ശരിക്കും അത് പേഴ്സണലി ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു, ഇത് ഓൾറെഡി കണ്ടിട്ടുള്ളതുകൊണ്ട്. ഇപ്പൊ നമ്മൾ പീസ് മെമ്മോറിയൽ പാർക്കിലാണ്. അപ്പോൾ ഇവിടെ പല സമയത്തും പല കൈൻഡ് ഓഫ് ഒരു മെമ്മോറിയൽ പോലെ നടക്കാറുണ്ട്. ഇവിടെ ഫ്ലവർ ക്യാൻഡിൽ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ, ഇതിനെന്താ വിളിക്കുക, ഷാൻഡിലിയർ പോലെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പൊ ഇതിന്റെ ഓരോ കപ്പിന്റെയും അല്ലെങ്കിൽ ക്യാൻഡിൽ ഫ്രെയിമിന്റെയും മുകളിൽ അവർ ഇതിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എഴുതിയേക്കാണ്. ഞങ്ങൾക്ക് ജാപ്പനീസ് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാഞ്ചിയാണ്. ഈവൻ ദോ വി നോ ടു റീഡ് ബേസിക്സ്, അത് വായിക്കാനുള്ള ജാപ്പനീസ് നമുക്ക് ഇതുവരെ അറിയില്ല. ഇതാണ് ഹിരോഷിമ പീസ് മെമ്മോറിയൽ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ബോംബില് മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അവരെ ഓർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഓർമ്മ സ്ഥലം പോലെയാണ്. അപ്പൊ ഇവിടെ ഫോറിനേഴ്സ് ആണെങ്കിലും ഇവിടത്തെ ഉള്ള ആൾക്കാരാണെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് വന്ന വി മേക്ക് ഷുവർ ദാറ്റ് ഇവിടെ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന്നുള്ളത്. അപ്പം ഇവിടെ ഈ സ്റ്റോണിൽ എഴുതിയേക്കുന്നത് ഈ ഫ്ലെയിം ഓഫ് പീസ് എന്ന് പറയുന്ന മോണുമെന്റിന്റെ സ്റ്റോറിയാണ്. അപ്പൊ ഈ ഫ്ലെയിം ഓഫ് പീസ് ജപ്പാനിലെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ഡൊണേഷൻസ് വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഇതാണെങ്കിൽ ലൈറ്റ് ചെയ്തിരിക്കുന്നത് August 1, 1964 അപ്പം ഇതിന്റെ പിന്നിലെ സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേൾഡിലെ എല്ലാ ന്യൂക്ലിയർ വെപ്പൺസ് ഫ്രീ ആവുന്ന വരെ ഈ ഫ്ലെയിം ഇവിടെ ലൈറ്റായി നിൽക്കും എന്നുള്ളൊരു സ്റ്റോറിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. ഈ ഫ്ലെയിമിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കൈ ഇങ്ങനെ വെച്ചേക്കുന്ന പോലെയാണ് അതിന്റെ ആ ഒരു ഷേപ്പ് ഉള്ളത്. അപ്പൊ ഈ ഒരു മോണുമെന്റ് എന്ന് പറയുന്നത് ചിൽഡ്രൻസ് പീസ് പാർക്ക് ആണ്. അപ്പം ഈ ഒരു മോണുമെന്റ് ഹിരോഷിമയിലെ ആറ്റമിക് ബോംബിംഗ് ഇൻസിഡന്റിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ള എല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു മോണുമെന്റ് ആണിത്. എസ്പെഷ്യലി സദാക്കോ സസാക്കി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം 2 years ആയിരുന്നപ്പോഴാണ് ആ കുട്ടി എക്സ്പോസ്ഡ് ആയത് ബോംബിങ്ങിന്റെ റേഡിയേഷൻസ് ഒക്കെ ആയിട്ട്. എന്നിട്ട് 12 വയസ്സായപ്പം ലുക്കീമിയ വന്നിട്ട് ഷീ പാസ്ഡ് അവേ. ഇവിടെ ഇപ്പൊ കുറെ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, കുറെ ക്രെയിൻസിന്റെ ഒറിഗാമി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ജപ്പാനില് പണ്ടൊരു മിത്ത് ഉണ്ട്, ദാറ്റ് ഇസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ 1000 ആണോ 10,000 ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല, അത്രയും പേപ്പർ ക്രെയിൻസ് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ലെജൻഡ് ഉണ്ട് ഇവിടെ ജപ്പാനില്. അപ്പം ഈ നേരത്തെ പറഞ്ഞ സദാക്കോ സസാക്കിയുടെ ലുക്കീമിയ വന്ന സമയത്ത് സദാക്കോന്റെ ഫ്രണ്ട് ആണെങ്കിൽ പുള്ളിക്കാരിയുടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത്രയും നമ്പർ ഓഫ് പേപ്പർ ക്രെയിൻസ് ഇങ്ങനെ ഉണ്ടാക്കി. പക്ഷെ അത് ഉണ്ടാക്കി തീരുമ്പോഴേക്കും സദാക്കോ അസുഖം വന്ന് മരിച്ചു പോവാണ്. അതാണ് അതിന്റെ സ്റ്റോറി. അപ്പം അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ കുട്ടികളും എല്ലാവരും ഓരോ സ്കൂൾസിൽ നിന്നൊക്കെ ഇങ്ങനെ പേപ്പർ ക്രെയിൻസ് ഉണ്ടാക്കിയിട്ട് ഇവർക്ക് ഡൊണേറ്റ് ചെയ്യും. സ്ഥാപിച്ചേക്കണ ബെല്ലുമ്മ നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതുമ്മ ഹിന്ദിയിലാണ് എഴുതി വെച്ചേക്കണേ. സാൻസ്ക്രിറ്റിലുള്ള ഒരു എന്താ പറയുക, ലോകത്തിന് നല്ലത് മാത്രം ഭവിക്കട്ടെ എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ എഴുതി വെച്ചേക്കണേ. നമ്മളിപ്പോ ഉള്ളത് 160 meters away from ഹൈപ്പോ സെന്റർ ഉള്ള ഒരു ബിൽഡിങ്ങിന്റെ അടുത്താണ്. ദിസ് വാസ് ഹിരോഷിമ പ്രിഫെക്ചറൽ ഇൻഡസ്ട്രിയൽ പ്രൊമോഷൻ ഹാൾ. അപ്പൊ അതിന്റെ റിമെയിൻസ് ആണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നത്. നമ്മൾ അടുത്തത് പോണത് അങ്ങോട്ടാണ്. ഇതിന്റെ അടുത്ത് തന്നെ ലേക്കും ഉണ്ട്, ഇവിടെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം ജപ്പാൻ ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ എല്ലാം നശിച്ചിട്ട് എന്താ പറയാ, ഇപ്പോ അതിന്റെ ഒരു തരി എസൻസ് പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല എക്സെപ്റ്റ് ഫോർ ദീസ് റിമെയിൻസ്. നിങ്ങൾ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പ്രിഫെക്ചറൽ ഹാൾ. അപ്പോൾ ഇവിടുന്ന് 160 meters അവേ ആണ് ബോംബ് വീണത്. ബോംബിന്റെ ഹൈപ്പോ സെന്റർ വാസ് ജസ്റ്റ് 160 meters away from this building.
ഇത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ വരെ ഇത് ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ഒരു പ്രിസർവേഷൻ പ്രോജക്റ്റ് ആയിട്ട്. ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശനമില്ല, പക്ഷെ ആ ബോംബ് സർവൈവ് ചെയ്തേക്കണ ഒരു റിമെയിൻ ആണിത്. അപ്പൊ ശരിക്കും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം, ഇതിന്റെ കൂടുതൽ നമ്മൾ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞാൽ വി അണ്ടർസ്റ്റാൻഡ് ഇതിന്റെ അടിയിൽ 4000 ഡിഗ്രി സെൽഷ്യസും മുകളിലേക്ക് 7000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് പോയിട്ടുണ്ടായിരുന്നത്. സോ ഇറ്റ് വാസ് റിയലി ഹോട്ട് ഇൻസൈഡ്. അപ്പൊ ശരിക്കും ഐ തിങ്ക് ബേൺ എന്നൊന്നല്ല പറയണ്ടേ, അതിനേക്കാളും കൂടുതലാണ് ഇതിന്റെ ഉള്ളിലൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടനും ചേച്ചിയും ശ്രീലക്ഷ്മി ഒക്കെ വെജിറ്റേറിയൻ പ്രിഫർ ചെയ്യണോണ്ട് അവർ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ പോയി. അപ്പൊ നമ്മൾ അതിന്റെ അടുത്തുള്ള ഇവിടെ ഒരു ചെയിൻ റെസ്റ്റോറന്റ് ആണ്, എന്താണ് പേര്, സുക്കിയ. അവിടുന്ന് ഗ്യൂതോൺ കഴിക്കാൻ വിചാരിച്ചിട്ട് ഞാനും മേഘയും ഇറങ്ങിയേക്കാണ്. അപ്പൊ ഞങ്ങള് എന്താണ് ഗ്യൂതോൺ എന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഒരു ബെന്തോ ബോക്സില് ചോറിന്റെ മുകളില് ബീഫ് സ്ലൈസസ് ഇങ്ങനെ ഇട്ടേക്കാണ്. പിന്നെ ഒരു സീസർ സാലഡ്, പിന്നെ ഇത് ജാപ്പനീസ് സ്പെഷ്യൽ മിസോ സൂപ്പാണ്. നമ്മളിത് അക്വയർ ആയി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആണ് ഇത് കുടിക്കാൻ. പിന്നെ ഒരു ഡ്രിങ്ക് പറഞ്ഞു ഞങ്ങള്, ഹൊക്കൈഡോ മെലൺ. മെലൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഷമാമല്ലേ, അതാണ് ഇവിടുത്തെ ഹൊക്കൈഡോ മെലൺ എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റ് ആണ്. നമ്മളിപ്പോ ഇവിടെ അടുത്തുള്ള ഒരു സൂനിയർ ഷോപ്പിലാണ് വന്നേക്കണേ. നമ്മൾ ഏത് സിറ്റിയിൽ പോയാലും അതിന്റെ അടുത്തുള്ള ഒരു സൂനിയർ ഷോപ്പ് ഉണ്ടാവും. അപ്പം സ്വീറ്റ്സ് ആണെങ്കിലും അവിടെ കൊടുക്കുന്ന സാധനങ്ങളാണെങ്കിലും ആ പ്രിഫെക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ കൊടുക്കുന്നുണ്ടാവാം. പിന്നെ ഞാൻ ഈ അടുത്ത് ഒരു മാഗ്നറ്റ് കളക്ഷൻ തുടങ്ങിയതുകൊണ്ട് ഹിരോഷിമ ബേസ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ടൈം ഞാൻ വാങ്ങിയിട്ടുണ്ടായില്ല. അപ്പൊ നമ്മുടെ ഹിരോഷിമ വ്ളോഗ് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റോപ്പ് മിയാജിമയാണ്. മിയാജിമ നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ ഫ്രം ഹിരോഷിമ.